ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ 3 പെൺപടയും കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങാണ് കേട്ടോ. ഞങ്ങൾ കുറേ നാളായിട്ട് പറഞ്ഞ് കാത്തിരുന്നൊരു ദിവസമാണ്. അപ്പം ലുലുവിൽ ഓഫറാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് നേരെ നമ്മുടെ ഹൈലൈറ്റ് മോളിലുള്ള ലുലുവിലേക്കാണ് കേട്ടോ യാത്ര പോണത്. അപ്പോൾ പിള്ളേരെയൊക്കെ ഞങ്ങൾ 3 തരത്തിൽ സ്പ്ലിറ്റാക്കിയേക്കാണ്. പാച്ചു ആസ് യൂഷ്വൽ ഡാഡിയുടെ വീട്ടിൽ നിൽക്കുന്നു. തോമുവിനെ പതിപോലെ അപ്പ കൊണ്ടുപോകണു. ചാക്കോച്ചനെയും പതിപോലെ അക്കിലെടുത്ത് ആക്കണം. അപ്പോൾ നമ്മളിവിടെ അടുത്തല്ലേ. പക്ഷേ ഷോപ്പിങ്ങിന് പോകണതിന് തന്നെ കുറച്ച് സമയം എടുക്കും. പോരാത്തതിന് ലുലുലുമാണ് പോണത്. മിക്ക സാധനങ്ങൾക്കും 50% ഓഫർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇത് ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ വീഡിയോ മമ്മിയുടെ വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാനെടുത്ത കുറച്ച് വിഷ്വൽസ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ അവിടെ എത്തിയിട്ടോ. ഞങ്ങൾ ബാക്ക് സൈഡിലാണ് കൊണ്ട് ഇറക്കിയത്. അപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു ട്രാജഡീനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ കയറിയപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു. എന്നാലും തിരക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര തിരക്കായിട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഹൈപ്പർ മാർക്കറ്റിൽ പോവാം എന്ന് വിചാരിച്ചാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ മാറ്റി നേരെ ഫുഡ് കോർട്ടിലോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. ഫുഡ് കോർട്ടിൽ നിന്ന് കഴിച്ചിട്ട് ജസ്റ്റ് ഒരു സ്നാക്സ് കഴിച്ചിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ കയറാം എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഹൈപ്പർ മാർക്കറ്റിൽ നല്ല കുറച്ചധികം സമയം വേണ്ടി വരും. ഞാൻ ഇന്ന് ഷാമ്പൂ ഇന്നലെ ഒന്ന് ഷാമ്പൂ തേച്ചത് അതുകൊണ്ടാണ് തല വലിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈസി ബൈയിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ പേര് പറഞ്ഞു ഭയങ്കര റീസണബിളാണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. കാരണം നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ കണ്ട ഒരു സംഭവം അങ്ങനെ. ഇത് പിന്നെ പിള്ളേർക്കുള്ള 99 ഡ്രസ്സുകളാണ്. എനിക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടമായില്ല. അങ്ങനെ നമുക്ക് സ്റ്റുഡിയോയിൽ പോയാൽ നമ്മൾ ഒരു സാധനമെങ്കിലും എടുക്കാണ്ട് തിരിച്ചിറങ്ങില്ല അല്ലേ. ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല, എനിക്കിഷ്ടമായില്ല. ഞങ്ങളൊന്നും തന്നെ വാങ്ങിയില്ല. ഞങ്ങൾ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഞങ്ങൾ വാങ്ങിയില്ല. അവിടുന്ന് നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി. അപ്പോൾ ഫലൂഡ നേഷനിൽ 50% ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുനാഫ ഷേക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. 110 റുപ്പീസിന് ഞങ്ങൾക്കത് കിട്ടി. ഒരെണ്ണം വാങ്ങിച്ചു. അതായത് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെ പോയാലും ഫുഡ് വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്യും. ഇപ്പം 4 പേരുണ്ടെങ്കിൽ 4 പേരും 4 ടൈപ്പ് ഫുഡ് വാങ്ങിക്കുക, ഷെയർ ചെയ്യുക. അപ്പം ഞങ്ങളത് വാങ്ങിച്ചു. പിന്നെ ഫ്രൈഡ് മൊമോസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഡിമ്പിളാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. സോ ഞങ്ങൾ ഓരോന്ന് നോക്കുവാണ് ഏതാണ് റേറ്റ്. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അതിന് പറ്റുന്ന കുഞ്ഞ് പ്ലേറ്റ് വാങ്ങിക്കുക. അതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാനും പദ്ധതികളും. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി ഇവിടുന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. കൂടുതലും ഫ്രോസൺ ഫുഡ് വാങ്ങിക്കാനായിട്ട് നമ്മൾ പോയത്. നമ്മൾ കുറേ നാളായി അതൊക്കെ വാങ്ങിച്ചിട്ട് ഭയങ്കര കുറവാണ്. നമ്മൾ നെസ്റ്റോപ്പോക്ക് നിന്നേ പിന്നെ വളരെ കുറവാണ്. ഇപ്പോൾ പിള്ളേർക്കായാലും ഞങ്ങൾക്കായാലും സ്നാക്സ് തീറ്റ വളരെ കുറവായി. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർ നിന്നും അങ്ങനെ കാര്യമായിട്ടുള്ള 3 കൂട്ടം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് ഷീതുവിനെയും ബാബേട്ടനെയും ആൻറ്റീനെയും ഒക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്ത ചിക്കിങ്ങിൽ പോയിട്ട് കുറേ കാലമായി. നമ്മളെപ്പോഴും ഹോട്ട് ഓവനിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചിക്കിങ്ങിൻ്റെ ഫ്ലേവറേ മറന്നുപോയി. ശരിക്കും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടോ. ഡിമ്പിൾ പറയാണ് മമ്മിയുടെ കൂടെ ഇരുന്നോ, ഞാൻ വീഡിയോ എടുത്ത് തരാം. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അതിനായിരിക്കും ഞാൻ അടുത്ത ചീത്തവിളി കേൾക്കുക. ഇതാണ് കേട്ടോ കുനാഫയുടെ ആ ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഡ്രിങ്കല്ല, ഷേക്ക്. 110 റുപ്പീസിന് അത് ഭയങ്കര വേർത്തായിരുന്നു. നിങ്ങൾ ഫലൂഡ നേഷനിൽ പോകുന്നുണ്ടെങ്കിൽ ഒട്ടും മിസ്സാക്കരുത്. ഇപ്പോൾ 50% ഓഫർ നടക്കുന്നുണ്ട്. സോ യമ്മി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമായി. ഡൗൺ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടമായേനെ. സോ യമ്മി. അങ്ങ് അടിയിൽ വരെ കുനാഫയും അതുപോലെ നല്ല റിച്ച് ചോക്ലേറ്റും ക്രീമും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ മൊമോസ് റെഡി ആയിട്ട് നമ്മൾ ക്രിസ്പി ക്രഞ്ചി ചിക്കൻ മൊമോസാണ് ഓർഡർ ചെയ്തിരുന്നത്. അതും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ പതുക്കെ വർത്താനമൊക്കെ പറഞ്ഞ് നാട്ടുവിശേഷം പറഞ്ഞ് നമുക്കിനി അടുത്ത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ കൂടുതലും പണ്ട് ഞങ്ങൾ ഫുഡ് എന്താ വെക്കേണ്ടതെന്നാണ് ആലോചിക്കുക. ഇപ്പം അങ്ങനെയല്ല. ഫുഡിനേക്കാളും കൂടുതൽ ബിസിനസ്സിൽ അടുത്ത സ്റ്റെപ്പ് എന്ത് വെക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, പുതിയത് എന്തൊക്കെ വരുത്തിക്കണം, ആൾക്കാർക്കൊക്കെ എന്തൊക്കെ ഇഷ്ടമാവും എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ. കുക്കിംഗ് ഇപ്പോൾ ഞാൻ കയറാണ് എനിക്ക് ഇഷ്ടമുള്ളത് വെക്കുക, ഡിമ്പിൾ കയറാണ് ഡിമ്പിളിന് ഇഷ്ടമുള്ളത് വെക്കുക, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ എനിക്ക് നല്ല വീഡിയോ എടുക്കാനുള്ളൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. 3 നേരം നല്ല അടിപൊളി ഫുഡ് ഞാൻ വെച്ചു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളൊരു 299 കോംബോ ആണ് ഞാനും ഡിമ്പിളും ഓർഡർ ചെയ്തത്. അതായത് ക്രഞ്ചി ബർഗർ അല്ലല്ലോ ആ സംഭവം, അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ്
സ്മോൾ സൈസ് ചിക്ക് പോപ്പ് വരുന്നുണ്ടായിരുന്നു. മമ്മിക്ക് ലോഡഡ് ഫ്രൈസ് കുറച്ച് നാളായി മമ്മി പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് കൂടെ ഒരു ഗ്ലാസ് കോക്ക് ഓർഡർ ചെയ്തു കേട്ടോ. അത് ഞങ്ങൾക്ക് മതിയായിരുന്നു, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ചിക്കനിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കോസ്റ്റ്ലി ആണ്. സോ ഞങ്ങളത് വേണ്ട, ഒരു ഗ്ലാസ് വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ ഇനിയും പോണത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. എന്തായാലും ഒരു ബിഗ് പർച്ചേസ് ആണെന്നുള്ളത് ഞങ്ങൾക്ക് കൺഫേം ആണ്. ഞങ്ങൾക്കറിയായിരുന്നു നല്ലൊരു എമൗണ്ട് ആകും എന്നുള്ളത്. അപ്പം ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ ഹോം അപ്ലയൻസസിൻ്റെയും കുറച്ച് സാധനങ്ങൾ, അതായത് സ്റ്റൗവ്, ഫ്രയർ, പിന്നെ കുറേ ബെഡ്ഷീറ്റുകൾ, മോപ്പുകളൊക്കെ ഞങ്ങൾക്ക് ആക്ച്വലി ബിരിയാണി പോട്ട് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ തിരക്ക് കാരണം ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ ശരിക്കും ഫുഡ് അടിച്ച് വന്നപ്പോഴത്തേനും നല്ല ക്രൗഡായി. ശരിക്കും ഈ ഒരു സ്പേസിൻ്റെ വീതി കുറച്ച് സ്പേസ് വളരെ കുറവായിരുന്നു കേട്ടോ. ആൾക്കാർ തിങ്ങി, കാരണം എല്ലാവരും ആരും വെറും കൈയോട് അതിനകത്തൊന്നും പോകുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ബിരിയാണി പോട്ട് എടുക്കാനാണ് ഇരുന്നത്, പക്ഷെ തിരക്ക് കാരണം ഞങ്ങൾക്ക് പറ്റിയില്ല. പിന്നെ പലതരം പുട്ടും കുറ്റികൾ, കുറേ സാധനങ്ങൾ കേട്ടോ ദോശകൾ. അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പുതിയ വീട് വെച്ച് മാറാനുള്ളവരോ അല്ലെങ്കിൽ പുട്ടുകുറ്റി ഇല്ല, ബിരിയാണി പോട്ടൊക്കെ കോംബോ ആയിട്ട് വളരെ വില കുറവിൽ അത് നല്ല ബ്രാൻഡിലൊക്കെ വേണമെങ്കിൽ നേരെ ലുലുവിലോട്ട് വെച്ച് പിടിച്ചോട്ടോ. നല്ലൊരു അവസരമാണ്. ഇമ്പെക്സിൻ്റെ ഇതിനൊക്കെ വെറും 1500 സംതിങ് വരുന്നുള്ളൂ. ഞങ്ങൾക്കിത് ഭയങ്കര ആവശ്യമുള്ളൊരു സാധനമാണ്. ഇനി പറ്റിയാലും നാളെ മമ്മീനെ ഡാഡിനെ വിട്ടിട്ട് അത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒന്നും തന്നെ വാങ്ങിക്കാൻ പറ്റിയില്ല. എനിക്കത് ബ്ലാങ്കറ്റെങ്കിലും വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം പിള്ളേർ ബ്ലാങ്കറ്റിനെ ചൊല്ലി അടിയാണ്. ചാക്കോച്ചൻ വലുതായപ്പോൾ അവൻ്റെ റാപ്പറൊന്നും പറ്റാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പുട്ടും കുറ്റി. സോസ് പാനിൽ മറ്റേ പൊക്കമുള്ളതും വരുന്നുണ്ട്, ചിരട്ടപ്പുട്ടിൻ്റെയും വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹാൻഡിയായിട്ട് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ അല്ലെങ്കിൽ കപ്പിൾസായിട്ട് ഭാര്യയും ഭർത്താവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ജോലികളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് ബെസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കോംബോ സെറ്റാണ് കേട്ടോ. ഇഡ്ഡലി ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ബ്ലാങ്കറ്റ് ഇതാണ് കേട്ടോ പാനൽ, പക്ഷെ വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പം മമ്മി നമ്മുടെ അക്കീനെ വിളിച്ച് മിക്സിയുടെ കാര്യങ്ങളും കുക്കറിൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നെ ഈ മോപ്പ് നല്ലൊരു മോപ്പ്. അപ്പോൾ ആൻറ്റി ഒരു ആൻറ്റി ആരാന്നൊന്നും എനിക്കറിയില്ല, ആൻറ്റി എന്നെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഇതും നല്ലൊരു സംഭവമാണ്, ഇതും വാങ്ങിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകണം. കാരണം ഇനി അവിടെ നിന്ന് നമ്മൾ ആ സംഭവം നോക്കി നിന്നാൽ ഇതിനകത്തെ കാര്യങ്ങളൊക്കെ ഡിലേ ആവും. അങ്ങനെ വേഗം ഓരോന്നും പെറുക്കി കൂട്ടാൻ തുടങ്ങി. എനിക്ക് ഷോപ്പിങ്ങിൽ നിന്ന് വാങ്ങിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ പിള്ളേർ പിരിപിരിപ്പായതിന് ശേഷമാണ് ഞാൻ കംപ്ലീറ്റ്ലി ഷോപ്പിംഗ് വിട്ടു. ഇന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത്, ഞാനും ഡോൺ ചേട്ടനും മാത്രമായിട്ട് പുറത്ത് പോയ കാലങ്ങളൊക്കെ വളരെ കുറവായി തുടങ്ങി. ഞങ്ങൾ തമ്മിലുള്ളൊരു ടൈം സ്പെൻഡിങ്ങേ ഇല്ല. ഇനിയിപ്പോൾ തോമുവിൻ്റെ സ്കൂൾ ടൈമിങ് ഇങ്ങനെ ആയതുകൊണ്ട് ഒട്ടും പറ്റില്ല. ശരിക്കും അത് പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒന്നും കൂടെ മിസ്സിങ് കൂടി. മറ്റേത് ഇടയ്ക്കൊന്ന് ആലോചിച്ച് വിഷമിക്കുമെന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് തോന്നില്ല. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി ശരിക്കും ഈ സമയത്തല്ലാണ്ട് ഇനി പ്രായമായിട്ട് അല്ലെങ്കിൽ കുറേ സമ്പാദിച്ച് കൂട്ടി അല്ലെങ്കിൽ അത് ചെയ്ത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നിച്ചിട്ട് വലിയ ആയ കാലത്ത് സന്തോഷമായിട്ട് ജീവിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സ്പെൻഡ് ചെയ്യാന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. എനിക്ക് തോന്നുന്നു ഇനി ചാക്കോച്ചനും കൂടെ സ്കൂളിൽ പോയാൽ എനിക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. അല്ലാണ്ട് അപ്പോഴും എൻ്റെ 3 വർഷം പോയി. എനിക്കപ്പോഴത്തേനും 33 വയസ്സാവും. ഡോൺ ചേട്ടന് 40+ ആവും. ചില കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ എൻ്റെ ഒരു ഫ്രീ ടൈമിൽ ഞാനിരുന്ന് ആലോചിക്കാറുണ്ട്. ഒന്ന് എൻജോയ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനൊക്കെ ശേഷമായിരിക്കാം ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നത്. പിള്ളേരൊക്കെ ഒന്ന് വലുതായി ശരിക്കും ഒരു 4 ഇയേഴ്സ് കഴിയുമ്പോൾ ഒരു സ്കൂളിലൊക്കെ വിട്ട് ഫുള്ളി അവർ സ്കൂളിലേക്ക് മാറുമ്പോൾ നമ്മളൊന്നും കൂടെ ഫ്രീ ആകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അറിയില്ല, നോക്കാം. നമുക്ക് എല്ലാം അങ്ങ് പ്രഡിക്റ്റ് ചെയ്യാനോ കുറേ ആഗ്രഹിക്കാനോ ഒന്നും പറ്റില്ല. ഉള്ള ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുക. ചില സമയങ്ങളിൽ നമുക്ക് വരുന്ന ഒരു വിഷമം അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പതിവ് പോലെ അച്ചാർ വാങ്ങിച്ചപ്പം ഇവിടുത്തെ റെഡ് ചില്ലി ചട്നി അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇരുമ്പുളി അച്ചാർ വാങ്ങിച്ചു. പിന്നെ ഡിമ്പിളിന് നമ്മുടെ വെള്ളനാരങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും വാങ്ങിച്ചു. പിന്നെ കൂടുതലും പിള്ളേർക്കാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഓയിലും കാര്യങ്ങളും. അപ്പം മമ്മി ഇന്നാണ് വെളിച്ചെണ്ണയുടെ വില കാണുന്നത്. ഞാൻ പറഞ്ഞു നല്ല വിലയാണ്, നമുക്ക് ഓയിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് സൺഫ്ലവർ ഓയിൽ. പിന്നെ നെയ്ക്ക് ഞങ്ങൾ പിള്ളേർക്ക് നെയ്യ് കൊടുക്കുന്നതുകൊണ്ട് നെയ്ക്ക് ആവശ്യമുണ്ട്. പിന്നെ കംഫർട്ട് കുറേ നാളായിട്ട് ഇല്ലാണ്ടിരിക്കുകയായിരുന്നു, മമ്മി ഓൺലൈനിൽ നിന്ന് വരുത്തിക്കുകയായിരുന്നു. അപ്പോൾ 2 എടുത്തു. 199 റുപ്പീസായിരുന്നു. പിന്നെ തൈരെടുത്തു. അത് ആദ്യം പാക്കറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇളനാടിൻ്റെ സെറ്റ് കർഡ് വാങ്ങിച്ചു.
പിന്നെ കുറച്ച് സോസേജ്. കുറേ നാളായിട്ടോ തോമും കുറേ നാളായി. തോമുനിപ്പം ഫുള്ളി വെജ് ആയതുകൊണ്ട് അവന് നോൺ വെജ് അങ്ങനെ എടുക്കണേ ഇല്ല. അപ്പോൾ അവനും ഭയങ്കര മിസ്സിങ് ആയി തുടങ്ങി. എന്താ അമ്മ സോസേജ് ഇല്ലാത്ത, എന്താ അമ്മ നഗറ്റ്സ് ഇല്ലാത്ത എന്നൊക്കെ ചോദിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിന്നവർക്ക് ഫ്രഞ്ച് ഫ്രൈസിനെ കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതലും അമൂലിൻ്റെയാണ് കേട്ടോ അപ്പോൾ വാങ്ങിക്കാറ്. ലുലുവിൻ്റെ കുറച്ച് തിക്നെസ് കൂടുതലെന്ന് വെച്ചാൽ പൊട്ടയില്ല. പക്ഷെ ഞങ്ങൾക്ക് ലാസ്റ്റ് ടൈം വാങ്ങിച്ചപ്പോൾ പൊടിഞ്ഞു പോകുമായിരുന്നു. ഞങ്ങൾക്ക് കൂടുതലും അമൂലാണ് വർക്കൗട്ട് ആയിരുന്നത്. ഫ്രോസൺ ഫുഡിനൊക്കെ നല്ല ഓഫറാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുമ്പം എല്ലാം കിട്ടുമെന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും. പിന്നെ ഞാൻ ആ കസാട്ട എടുത്തിട്ട് പറയാം, ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയ സമയത്താണ് ഇത് വരുന്നത്, അപ്പോൾ ഞാനത് വാങ്ങിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഓരോന്നായിട്ട് എടുക്കുകയാണ്. ഇതിപ്പം ചീസാണ്. പിള്ളേർക്ക് നമ്മൾ ചിലപ്പം ബ്രെഡിലൊക്കെ ചീസൊക്കെ സ്പ്രെഡ് ചെയ്ത് പിസ്സയാണെന്ന് പറഞ്ഞ് പറ്റിച്ച് കൊടുക്കും. അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് പേരൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ബക്കറ്റ് എടുത്തുട്ടോ. ഇതിന് 99 റുപ്പീസാണ്. നല്ല സ്ട്രോങ് ബക്കറ്റാണ് കേട്ടോ, ഭയങ്കര ഉറപ്പുള്ളൊരു ബക്കറ്റ്. പിന്നെ ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് നൂഡിൽസാണ് ഇപ്പോഴത്തെ. ഇപ്പോൾ ലുലുവിൽ 50% ഓഫറാണ്, അല്ലെങ്കിൽ 240 റുപ്പീസാണ് അതിൻ്റെ വില. അപ്പോൾ ഞങ്ങൾ ഇറച്ചി വാങ്ങിക്കാൻ നിന്നപ്പോൾ മമ്മിയുടെ നിപ്പാണ്. ട്രോളി നോക്കിയിട്ടാന്ന് തോന്നുന്നു. എന്ത് വിധി ഇത്. അപ്പം നല്ലോണം ലേറ്റ് ആയിട്ട് ഒരു 7 o'clock ആയിട്ടുണ്ട്. ബില്ലിടണം, പറ്റിയൊരു സ്പോട്ട് കണ്ടുപിടിക്കണം, പിന്നെ ഇത് എടുത്ത് വെക്കാൻ തുടങ്ങി. അതൊരു ജോലിയാണല്ലോ. അങ്ങനെ ഞാൻ ശരിക്കും ട്രോളിയിൽ അടുക്കി തുടങ്ങിയത് ഡോൺ ചേട്ടനോടെ കൂടിയതിന് ശേഷമാണ് കേട്ടോ. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഡോൺ ചേട്ടനാണ്. കാരണം ഞാൻ ചുമ്മാ ട്രോളിയിൽ എടുത്തിടാറാണ് ഞങ്ങൾ പൊതുവെ ഷോപ്പിങ്ങിന് പോയാൽ. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോൺ ചേട്ടനോടെ പോയി ഡോൺ ചേട്ടൻ്റെ ഒതുക്കൽ കണ്ട് എനിക്കിപ്പം അതെനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ട്രോളിയിലായാലും ഒരു സൈഡിൽ ഓരോന്നും വെക്കുക, ഫ്രോസൺ ഫുഡൊക്കെ ഒരിടത്ത് വെച്ചു, ജ്യൂസുകളൊക്കെ ഒരു സൈഡ് വെച്ചു, പൊടികൾ ഒരു സൈഡ്, ഫുഡ് ഒരു സൈഡ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി. അത് തിരിച്ച് വെച്ചപ്പോഴും അങ്ങനെ തന്നെ ചെയ്തു. ഒരു കവർ മാത്രം നമ്മൾ പിള്ളേരുടെ കേക്കുകൾ ഇട്ട് വെക്കാൻ വാങ്ങിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം നല്ലൊരു മാല ബില്ല് തന്നെ വരും എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞതിലും ഒരു 2000 രൂപ താഴെയാണ് ആയത്. പിന്നെ ഈ പറഞ്ഞ ഓഫറിലാണല്ലോ നമ്മൾ വാങ്ങിച്ചത്. അങ്ങനെ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പം 2 ഗുഡ് ലൈഫ് ഒരു തടയ്ക്ക് മമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ ഓരോന്നും എടുത്ത് വെച്ച് തുടങ്ങി. ഇനിയിപ്പോൾ ദേ ബില്ല് വരാൻ പോവാണ്. ഹ്യൂജ് ബില്ല് മാല വരാൻ പോവാണ്. അപ്പോൾ ഒരു കവർ, അത് പിള്ളേരുടെ സാധനം വാങ്ങിക്കാതെ ഒരു നിവൃത്തി ഉണ്ടായില്ലതേ. അപ്പോഴത്തേന് ഡിമ്പിൾ ഇപ്പുറത്ത് വരുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഇപ്പുറത്താണ് കേട്ടോ ബില്ല് വന്നത്. അവൻ്റെ ആ ഒരു സൈഡിലാണ് ബില്ലിരിക്കുന്നത്. ദേ ഗൂഗിൾ പേ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ചോദിക്കുക എത്ര ആയിടാ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇത്ര രൂപയായി എന്ന് പറഞ്ഞു. പിന്നെ ക്യാഷോ കാർഡോ, ഞങ്ങൾക്ക് ഗൂഗിൾ പേ മാത്രം. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ഗൂഗിൾ പേ ആണ് കേട്ടോ. എനിക്ക് കൂടുതലും ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിട്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ പണ്ടത്തെ കടകളിലൊന്നും ഇപ്പോഴും ഗൂഗിൾ പേയിൽ ചിലരത് മിസ്യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അത് മിസ്യൂസ് ചെയ്യുന്നവരും ഉണ്ട്. ഞങ്ങളുടെ പുറകിൽ ഇനിയും ക്യൂ ഉണ്ട് കേട്ടോ. എനിക്കൊന്നൊരു 11 മണി വരെയാണ് ലുലു ഉള്ളത്. ബില്ലിൻ്റെ ഒരു മഴ വന്നു. ഞാനൊരു റീലെടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തല്ല ബില്ല് വന്നത്. അങ്ങനെ അതടച്ചത് ബാഗിൽ വെച്ച് പൂട്ടി ഇറങ്ങി. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ബില്ല് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചതുണ്ടോ. ബിഗ് ബില്ല് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളത് പുറത്തിറങ്ങി ഡോൺ ചേട്ടനെ വിളിച്ചപ്പം ഡോൺ ചേട്ടൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ കവർ കരുതിയിട്ടില്ലായിരുന്നല്ലോ, മനഃപൂർവ്വം എടുക്കാതിരുന്നതാണ്. പക്ഷേ നമ്മളവിടെ പിള്ളേർ ഹെൽപ്പ് ചെയ്തു, അവിടുത്തെ സ്റ്റാഫുകൾ ഹെൽപ്പ് ചെയ്തു. ഇതേ വന്നെല്ലാം എടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചപ്പോഴും ഞാൻ ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. അങ്ങനെ ഞാനും മമ്മി വേഗം ഒതുക്കി തുടങ്ങി. പൊട്ടിച്ചിട്ടു. നമ്മൾ ഫ്രോസൺ ഫുഡൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ ചെപ്പുകൾ എടുത്ത് ഇനിയും ഓർഗനൈസ് ചെയ്ത് വെക്കണം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, ഫിഷ് മസാല, ഗരം മസാല, റോസ്റ്റഡ് ചിക്കൻ പൗഡർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ ലുലുന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ചിക്കൻ ബോൺ വാങ്ങിച്ചതാണ്. നമുക്കായാലും സ്റ്റൂ ഒക്കെ വെക്കാൻ ഉപയോഗിക്കുക. 39 രൂപയാണ് കേട്ടോ. പക്ഷെ അതിനകത്ത് നിറച്ച് ചിക്കനാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ 3 പേരുണ്ടല്ലോ അവിടെ, അവർക്ക് കൊടുക്കാമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ ഇതും ഭയങ്കര ലാഭത്തിൽ പെപ്പർ ചിക്കൻ കിട്ടിയതാണ് കേട്ടോ. 1/2 കിലോ 169 രൂപ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. പിന്നെ ഇതേ മമ്മി നൂഡിൽസും പുട്ടുപൊടി, റവ ഒക്കെ ഒതുക്കി വെക്കുകയാണ്. മമ്മിയാണ് ഒതുക്കൽ കാര്യം ഇവിടുത്തെ.
പിന്നെ ഞങ്ങൾ മമ്മീനോട് ചോദിച്ചാണ് കേട്ടോ, മമ്മി ഇതെവിടെയാണ് ഇരിക്കുന്നത്, ഇതവിടെയാണോ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ മമ്മിയുടെ ചീത്ത കേൾക്കേണ്ടി വരും. അപ്പോൾ ഞാൻ മമ്മിയുടെ മമ്മി സ്പോട്ട് പറഞ്ഞു തന്നാൽ ഞാൻ എടുത്തോണ്ട്, ഡിമ്പിളാണ് ആൾ മമ്മീനെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കും. അപ്പോൾ മമ്മി നല്ല ചീത്ത വിളിക്കും കേട്ടോ. അപ്പോൾ ജീരകം ഫുള്ളി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജീരകം പൊട്ടിച്ചിടുന്നുണ്ട്. മമ്മി ഒരു സൈഡ് അത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പം വേഗം തീരും. പിന്നെ നമ്മൾ അതൊന്നും പൊട്ടിച്ചിട്ടില്ലല്ലോ, നമ്മുടെ നഗറ്റ്സ് ഒന്നും പൊട്ടിച്ചിടാത്തതുകൊണ്ട് നേരെ ഫ്രീസറിൽ കയറ്റിയാൽ മതിയായിരുന്നു കേട്ടോ. അങ്ങനെ പലതരം നൂഡിൽസ് എനിക്ക് തോന്നുന്നത് ചാക്കോച്ചൻ്റെ ഡെലിവറിക്ക് ശേഷം നൂഡിൽസ് കഴിക്കാറേ ഇല്ല. വെരി റീസെൻ്റ്ലി ആണ് നമ്മുടെ മാഗിയുടെ സ്പൈസി ചിക്കനല്ല ഗാർലിക് നൂഡിൽസ്, ഞാൻ മുമ്പേ കാണിച്ച കൊറിയൻ നൂഡിൽസും കഴിച്ചിട്ടുണ്ടാവുക. ഞാനിപ്പോൾ നൂഡിൽസേ കഴിക്കും. പണ്ട് മറ്റേ മസാല മാഗി മാത്രമേ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതൊക്കെ വിട്ട് നൂഡിൽസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് ഇപ്പോൾ കൊറിയൻ ഇഷ്ടമായപ്പോൾ അത് കഴിച്ചുകൂടാ. അതും ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ വേഗം ഒതുക്കിയിട്ട് ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ ആക്ച്വലി ലുലുന്ന് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ലുലുന്ന് വാങ്ങിച്ചില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ വന്നിട്ട് കുക്ക് ഡോറിൽ നിന്ന് അൽഫാം ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അൽഫാമും ഷെയ്ക്ക് ഓർഡർ ചെയ്തു. 50% ഓഫർ പോലെയായിരുന്നു. പക്ഷേ അൽഫാം കുഴപ്പമില്ലായിരുന്നു. ഷെയ്ക്ക് അട്ടർ ഫ്ലോപ്പ്, നല്ല ഫ്ലോപ്പായിരുന്നു കേട്ടോ ഷെയ്ക്ക്. ഇനി ഞാൻ ആക്ച്വലി വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഡോൺ ചേട്ടൻ്റെ ഒരു വിളി വന്നിട്ട് ഞാൻ ഓടിപ്പോയതാണ്. അതായത് തോമ ഉറക്കത്ത് ചുമച്ചിട്ട് ഛർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട്. പിന്നെ അലക്കായി ബഹളമായി നല്ല സുഖമായി. അപ്പം ഞാൻ പിള്ളേർ അലക്കാനിരുന്ന തുണിയൊക്കെ എടുത്തിട്ട് അലക്കിയപ്പോൾ സമയം 12 മണിയാണ് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് നിന്ന് നേരത്തെ കയറി കിടന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചു. കാരണം പിള്ളേർ നാളെ ലേറ്റായിട്ട് എഴുന്നേൽക്കുള്ളൂ. കാരണം ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. ഇതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ അധികം ഒന്നും പ്ലാൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ വേഗം ഒതുക്കിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കേട്ടോ. അപ്പോൾ എന്തായിരുന്നു, അൽഫാമും പിന്നെ നമ്മൾ അവിടെ നിന്ന് കുബൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും പെപ്പർ ചിക്കനും വെച്ച് നമ്മൾ നല്ല ആഡംബരമായ ഒരു ലഞ്ച്. പക്ഷേ ലഞ്ചും കൂടെ ഡിന്നറും കഴിച്ചു കേട്ടോ. ഇത് കയ്യിൽ നിന്ന് പോയതിൻ്റെ ഒരു ഇടർച്ചയാണ് ഈ കേൾക്കുന്നത് ഫുള്ള്. അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി നമുക്ക് വേഗം അവസാനിപ്പിച്ച് വേഗം കഴിച്ചിട്ട് വേഗം പോയി കിടന്നുറങ്ങാമെന്ന്. പക്ഷേ അങ്ങനെ പറയുന്ന ദിവസം ഒന്നും നടക്കാറില്ല. വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചിക്കനും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല റെഡ് ചില്ലി ചട്നി ആരും മിസ്സാക്കരുത്. ലുലുവിൽ പോകുന്നുണ്ടെങ്കിൽ അച്ചാർ സെക്ഷനിൽ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഷോപ്പിംഗ് വ്ളോഗ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. കമൻറ്റ് ബോക്സ് മോസ്റ്റ്ലി ഓൺ ആയിരിക്കും. ഇനി യൂട്യൂബ് ചാനൽ വല്ലതും തോന്നി ഓഫാക്കിയാൽ എനിക്കറിയില്ല. അങ്ങനെ എല്ലാം നോക്കി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വലിയ മാലയുടെ സാധനങ്ങൾ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ കുറേ ആഗ്രഹിച്ചിരുന്നൊരു ട്രിപ്പാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞതേ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ. നാളെ സൺഡേ വ്ളോഗായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.